നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ട്രംപ് എന്ത് പറയും പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ പറയുന്ന കാര്യമായിരിക്കില്ല അല്പം കഴിയുമ്പോൾ ട്രംപ് മാറ്റി പറയുന്നത്. പിന്നീട് താൻ മാറ്റി പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതവും അദ്ദേഹത്തിനുണ്ട്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ വീണ്ടും പ്രസിഡൻ്റാക്കിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും എന്നായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ജനുവരിയിൽ പ്രസിഡൻ്റായപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടില്ല. ഇത് ട്രംപിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും അവിടെ സമാധാന ശ്രമവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഗാസയിലെ പോലെ തന്നെ അവിടെ ഒരു ഒത്തുതീർപ്പ് ശ്രമമുണ്ടാക്കി ചില പദ്ധതികളൊക്കെയായി ട്രംപ് തൻ്റെ പ്രതിനിധികളെ അവിടെ അയച്ചിരുന്നു. പക്ഷേ ട്രംപിനെ വിശ്വസിച്ച് റഷ്യയുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു ചതിയായി പോയി എന്നാണ് യുക്രൈനിലെ പ്രമുഖരൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നത്. കാരണം ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ, അതായത് 28 നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് പാലിച്ചിരിക്കണം എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഇതിന് കഷ്ടിച്ച് ഒരാഴ്ച പോലും ഇല്ല ഈ പദ്ധതിയിലെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ. ഇതിൽ പല കാര്യങ്ങളും യുക്രൈനെ അമ്പരപ്പിക്കുന്നതാണ്. കാരണം ട്രംപിൻ്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതായത് നോക്കിയാൽ അവരുടെ സൈന്യ ശക്തി പകുതിയായി കുറയ്ക്കണം, റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അവർക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കണം, 100 ദിവസത്തിനകം പൊതു തെരഞ്ഞെടുപ്പ് നടത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് ട്രംപിൻ്റെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു രാജ്യത്തോട് മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റ് പറയുകയാണ് നിങ്ങളുടെ സൈനിക ശക്തി പകുതിയായി കുറയ്ക്കണം, അതുപോലെ നിങ്ങളുടെ ഭൂമി മറ്റൊരു രാജ്യം പിടിച്ചെടുത്ത് റഷ്യ പിടിച്ചെടുത്ത് അത് വിട്ടുകൊടുത്തിരിക്കണം, നിങ്ങൾ 100 ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പക്ഷേ എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇപ്പോഴും റഷ്യയുമായി യുദ്ധം തുടരുക തന്നെയാണ് യുക്രൈൻ. നിരന്തരമായ യുദ്ധത്തിലാണ്. യുക്രൈന് പിന്നീട് നാറ്റോയിൽ അംഗത്വം ലഭിച്ചു. അതുപോലെ അമേരിക്ക കൈയച്ച് യുക്രൈനെ സഹായിച്ചിരുന്നു. ജോ ബൈഡൻ്റെ കാലത്തൊക്കെ തന്നെ ഉദാരമായ സഹായം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആദ്യവട്ടം ചർച്ചയ്ക്കായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ച് വിട്ടുവെങ്കിലും പിന്നീട് ട്രംപ് ഒരു നല്ല സുഹൃത്തായി മാറുകയും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ ആത്യന്തികമായി സെലൻസ്കിയുടെ അതല്ലെങ്കിൽ യുക്രൈൻ്റെ സർവനാശത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം റഷ്യയുമായി പെട്ടെന്നൊരു ചങ്ങാത്തം സ്ഥാപിക്കാനാണ് അല്ലെങ്കിൽ ചങ്ങാത്തം പുനഃസ്ഥാപിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്, ട്രംപ് ശ്രമിക്കുന്നത് എന്ന് പകൽ പോലെ സത്യമാണ്. എന്നാൽ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറുമെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ റഷ്യയെ വീണ്ടും G8 കൊണ്ടുവരും. അതുപോലെ റഷ്യയ്ക്ക് മേലെ ഏർപ്പെടുത്തിയിരുന്ന ഒട്ടനവധി ഉപരോധങ്ങളുണ്ട്, അവയെല്ലാം തന്നെ പിൻവലിക്കാം എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ശരിക്കും ഈ ഉപരോധത്തിൻ്റെ ഫലമായി ഇന്ത്യയും വെട്ടിലായിരിക്കുകയായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ട്രംപ് ഇന്ത്യക്ക് മേൽ കനത്ത നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ റഷ്യയുമായി ഇന്ത്യ സഹകരിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, റഷ്യ വിഭജിക്കുന്നതിന് മുമ്പ് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് ഇന്ത്യ ഏറ്റവും അധികം സഹായിച്ചിരുന്ന വിദേശ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. അന്നത്തെ ശാക്തിക ചേരികളിൽ അമേരിക്ക പാകിസ്ഥാനെ പിന്തുണച്ച കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയെ പിന്തുണച്ചിരുന്നത് സോവിയറ്റ് യൂണിയനായിരുന്നു. സോവിയറ്റ് യൂണിയൻ പിന്നീട് വിഭജിക്കപ്പെട്ട് പല രാജ്യങ്ങളായി മാറിയെങ്കിലും റഷ്യ ഇന്ത്യയുമായി ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് പുലർത്തിയിരുന്നത്. യുക്രൈനും ഇന്ത്യയുമായി നല്ല ബന്ധമാണെങ്കിൽ പോലും റഷ്യ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ട്. പ്രധാനമായും പ്രതിരോധ മേഖലയിൽ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ തന്നെ അവർ നമുക്ക് ഒരുപാട് സഹായങ്ങൾ നൽകുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് പോയപ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ റഷ്യയുമായി നമുക്ക് നല്ല പ്രതിരോധ ബന്ധമാണ് ഉള്ളത്. അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനുമായും സെലൻസ്കിയുമായൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും നല്ല ബന്ധവുമാണ് ഉള്ളത്. ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിന് മധ്യസ്ഥനാവാൻ പറ്റിയ ആൾ നരേന്ദ്രമോദിയാണ് എന്ന് ഇരു രാജ്യങ്ങളും പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായൊരു ക്ഷണം ലഭിക്കാതെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരിക്കലും അതിൽ ഇടപെടാനും കഴിയുകയില്ല. ഇപ്പോൾ ഏതായാലും ട്രംപ് അതിൽ ഇടപെട്ട് ഏതാണ്ട് ഇപ്പോൾ യുക്രൈൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. തങ്ങളുടെ ആത്മാഭിമാനം പണയം വയ്ക്കില്ല എന്നാണ് സെലൻസ്കി പറയുന്നത് എങ്കിൽ പോലും സെലൻസ്കിക്ക് മുന്നിൽ വേറെ പോംവഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ട്രംപ് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ പങ്കാളിയെ നഷ്ടപ്പെടും എന്ന് സെലൻസ്കിക്ക് നന്നായിട്ടറിയാം. നാറ്റോ സഖ്യകക്ഷി എന്നുള്ള നിലയിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചാൽ നാറ്റോ സഖ്യകക്ഷികളൊക്കെ തിരികെ റഷ്യ ആക്രമിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റഷ്യയുമായുള്ള ചങ്ങാത്തം പുനഃസ്ഥാപിക്കുന്നതിൽ തന്നെയാണ് അദ്ദേഹത്തിന് ശ്രദ്ധ. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോഴുള്ള ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു ഒത്തുതീർപ്പായി മാറിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപാട് ഗുണഫലങ്ങളുണ്ടാകും. റഷ്യയുമായുള്ള ബന്ധം വലിയ പ്രശ്നമില്ലാതെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതേസമയം നമ്മൾ റഷ്യയുമായി ഇനിയും എണ്ണ വാങ്ങുന്നത് പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ബന്ധം തുടരുകയാണെങ്കിൽ
ട്രംപ് അതിൽ ഇടപെടുകയും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ വാണിജ്യ ബന്ധത്തെ വലിയ ഗുരുതരമായ രൂപത്തിൽ തന്നെ ബാധിക്കും. കാരണം ഇന്ത്യക്ക് അമേരിക്കയുമായി ഏറ്റവും മികച്ച വാണിജ്യ ബന്ധമാണുള്ളത്. ഇവിടുന്ന് ഒരുപാട് വസ്തുക്കൾ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അവയെല്ലാം തന്നെ ഇപ്പോൾ അവിടെ കനത്ത നികുതി ഏർപ്പെടുത്തിയ ഒരു സ്ഥിതിക്ക് കുറച്ച് ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണ്. ഇന്ത്യയിൽ ഒരുപാട് വ്യവസായങ്ങളെ പോലും ഇത് ബാധിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുകയും ട്രംപ് പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സെലൻസ്കി കീഴടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അത് റഷ്യയുടെ വലിയൊരു വിജയമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും അതിലൂടെ അമേരിക്ക ഏർപ്പെടുത്തിയ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കപ്പെടുകയൊക്കെ തന്നെ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഈ രണ്ട് രാജ്യങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു രാജ്യത്തെയും പണക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മൾ റഷ്യയോട് കൂടുതൽ ചായ്വ് കാണിക്കുമ്പോൾ ട്രംപ് നമ്മുടെ മേൽ കൂടുതൽ നികുതി ഏർപ്പെടുത്തുകയും മറ്റൊരുപാട് ഉപരോധങ്ങൾ കൊണ്ടുവരികയൊക്കെ തന്നെ ചെയ്യും. അതുപോലെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും അവരുടെ സഖ്യരാജ്യങ്ങളുമൊക്കെ തങ്ങൾക്ക് നേർക്ക് ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും അതുപോലെ കൂടുതൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് റഷ്യയ്ക്കും അത്ര നല്ലതല്ല. നേരത്തെ പുടിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു, യുക്രൈനെ ഏതെങ്കിലും രാജ്യം സഹായിക്കുകയാണെങ്കിൽ ആണവായുധം ഇല്ലാത്ത ഒരു രാജ്യത്തിന് ആണവായുധം ഉള്ള ഒരു രാജ്യം അത് നൽകുകയും അവർ തങ്ങൾക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്താൽ ഈ രണ്ട് രാജ്യങ്ങളെ ഞങ്ങൾ ശത്രുക്കളായി കണക്കാക്കുമെന്നാണ് പുടിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇത് ഒരുപക്ഷെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല ലണ്ടനിലേക്കും അതുപോലെ ഫ്രാൻസിലേക്കുമൊക്കെ സ്വീഡനിലേക്കുമൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും പുടിൻ്റെ ആണവ മിസൈലുകൾ എത്താം എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ അന്ന് ഉയരുകയും ചെയ്തിരുന്നു. പല രാജ്യങ്ങളിലും ഔദ്യോഗികമായി തന്നെ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പക്ഷേ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അവർ കീഴടങ്ങാൻ തന്നെയാണ് സാധ്യത. കാരണം മറ്റാരും അവർ കൂടെ ഇല്ലെങ്കിൽ അമേരിക്ക വെച്ച ഈ കർശന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ അവർ നിർബന്ധിതരാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവസാന നിമിഷം എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഗതി മാറുകയുള്ളൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു വലിയ നേട്ടമായി മാറും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു സന്ധി ഉണ്ടായാൽ.